ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ലെയറുകളായിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇത് മാവ് കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയവും മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു ചേരുവകളും ഇതിലേക്ക് ചേർക്കാത്തതുകൊണ്ട് തന്നെ അളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തവിടുള്ള ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ടെടുക്കുക. തവിടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ, സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാവെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ മാവ് സാധാരണ നല്ല പോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. എല്ലാവർക്കുള്ള ബുദ്ധിമുട്ട് അതാണ്. നല്ലോണം കുഴച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊറോട്ട നന്നാവില്ല എന്നുള്ള ഒരു ധാരണയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട കുഴക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവെല്ലാം കൂടെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇത് മൈദമാവിൽ ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തവരെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നല്ല പോലെ തന്നെ നമ്മൾ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും കുഴച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുളകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പങ്ങളാക്കിയിട്ട് എടുക്കുക. ഇനി കുറച്ച് പരന്ന പാത്രം, അതുപോലെ കുറച്ച് കുഴിയുള്ള പാത്രം കൂടെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിതുപോലെ എല്ലാ ഉരുളകളും ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓയിൽ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ പരത്താനുള്ളതും ചുട്ടെടുക്കാനുള്ളതും എല്ലാത്തിനും കൂടെ ഉള്ള ഓയിൽ ഒന്നിച്ചിട്ട് ഈ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ബോൾസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഉരുളകളുടെ മുകൾ ഭാഗത്തേക്കും കൂടെ ഓയിൽ വന്നോളും. ഓയിലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ആ ഉരുളകൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കൂടിയത് ഇനി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ഓയിലിൽ കിടന്നിട്ട് ഈ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതാണ് നമുക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു പണി കുറഞ്ഞ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്, ബാക്കി ഏത് ഓയിലാണെങ്കിലും നല്ല പോലെ തന്നെ നന്നായി കിട്ടും. നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ തുറന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് പരത്തിയിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ചുറ്റിയെടുക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇതിന് മുമ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പൊറോട്ടകൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നിങ്ങൾ എക്സ്ട്രാ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഉരുളകൾ നമ്മൾ മുക്കി വെച്ചിട്ടുള്ള ആ ഓയിൽ തന്നെ ഒന്ന് കൈ തൊട്ടിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ മൈദ പോലെ നല്ല പോലെ വലിയൊന്നുമില്ല കേട്ടോ, ഗോതമ്പായതുകൊണ്ട് തന്നെ. ഇനി ഒരു കട്ടറോ വെച്ചിട്ട് നമുക്കിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ലെയറുകളായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ പരത്തിയിട്ടൊന്ന് വലിച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി. വീശേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വലിച്ചിട്ട് ചുരുട്ടിയെടുക്കാം. ഇനി നിങ്ങൾ എക്സ്ട്രാ ഓയിൽ എവിടെയും എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ കൈയൊന്ന് തൊട്ടിട്ട് പരത്തിയെടുക്കാനായാലും ചുട്ടെടുക്കാനായാലും ഒക്കെ അത് മതി. അതന്നെ ഉണ്ടാവും കേട്ടോ, ഈ ഒരു ബോൾ മുക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ. അപ്പോൾ ചിലർ വിചാരിക്കും ഒരുപാട് ഓയിൽ വേണം. നമ്മൾ പല പ്രാവശ്യമായിട്ട് ചേർക്കുന്നത് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ചേർക്കുന്നുള്ളൂ. ഓയിൽ ഒരുപാടൊന്നും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് മൈദയുടെ അത്രയും സോഫ്റ്റായിട്ട് ഈ മാവ് വലിഞ്ഞ് കിട്ടൂല, ഗോതമ്പായതുകൊണ്ട് തന്നെ. അതാണ് കേട്ടോ അങ്ങനെ കീറി വരുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ ചുരുട്ടിയെടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏത് മെത്തേഡിലും നിങ്ങൾക്ക് പരത്തിയിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനതിലൊരു 5
മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, 5 രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കുക, ഏതാണോ ഈസി ആയിട്ടുള്ളത് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല, കുറച്ചൊന്നേ കാണിച്ചിട്ടുള്ളൂ. മുഴുവനായിട്ട് കാണിക്കണ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ചാൽ മതി. ഇനി ചുരുട്ടി വെച്ച ഇത് നിങ്ങൾക്ക് കുറച്ച് സമയം വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുക. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത്. നമ്മുടെ കൈവെള്ള വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിലാക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല ചുട്ടെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഈ ചൂടായിട്ടുള്ള ഒരു തവയിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ തിരിച്ചിടണം കേട്ടോ, ഇല്ലെങ്കിൽ മുകൾ ഭാഗം നന്നായിട്ട് ഉണങ്ങിപ്പോവും. ഇനി ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽ വേണമെങ്കിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കണില്ല, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ മൈദയിൽ ചെയ്യുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മൈദയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ പൊറോട്ടയ്ക്കാരം നമുക്ക് കിട്ടുക. ഗോതമ്പിലാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അതുപോലെ മൈദ ഒട്ടും കഴിക്കാൻ പറ്റാത്തവർ അവർക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ മതി. മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചുട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചൂടോട് കൂടി തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ലെയറുകളൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈദ ഇഷ്ടപ്പെടാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഗോതമ്പിൽ. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഓയിലല്ലേ നമുക്ക് എക്സ്ട്രാ ആവശ്യമുള്ളൂ, എന്നാലും നല്ല ഇതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ലെയറുകളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കുക. എന്നാൽ ഉൾഭാഗം വേവൂല എന്നുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടതിനെ ആ ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. തണുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ അടിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ചൂടോട് കൂടി തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.